നമസ്കാരം, ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ലണ്ടനിലെ വെടിവയ്പിൽ പരിക്കേറ്റ 9 വയസ്സുകാരിയായ മലയാളി പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. അക്രമികൾ എത്തിയത് മോഷ്ടിച്ച ബൈക്കിൽ. പേഴ്സണലൈസ്ഡ് വാക്സിനുകൾ പരീക്ഷിക്കാൻ ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ. കോവിഡ് ജാബുകളിൽ കാണുന്നതുപോലെ mRNA സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. UK അടക്കം വിവിധ രാജ്യങ്ങളിലെ 200-ലധികം രോഗികളെ ട്രയലിലേക്ക് റിക്രൂട്ട് ചെയ്യും. പെട്രോൾ ഡീസൽ കാറുകൾക്ക് കാർബൺ എമിഷൻ ചാർജുകൾ ഏർപ്പെടുത്തി സ്കോട്ട്ലൻഡിലെ നഗരങ്ങൾ. ജൂൺ 1 മുതലാണ് പുതിയ ചാർജുകൾ നിലവിൽ വരുന്നത്. ഈ മേഖലയിലൂടെ ഓടുന്ന വാഹനങ്ങളെ നിരീക്ഷിക്കാൻ നാഷണൽ വെഹിക്കിൾ ലൈസൻസിംഗ് ഡേറ്റയുമായി ബന്ധിപ്പിച്ച ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ക്യാമറകൾ സജ്ജമായി കഴിഞ്ഞു. ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ലോക്കറിലുണ്ടായിരുന്ന ഇന്ത്യയുടെ 100 ടൺ ഇന്ത്യയിലെത്തിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശത്തെ ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ ഏകദേശം 1/4 ഭാഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ഡയാൻ ആബട്ടിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് കെയർ സ്റ്റാർമർ. ഇന്ത്യൻ വംശജനായ ഡോക്ടറിനെ മരണത്തിലേക്ക് നയിച്ചത് തെറ്റായ ചികിത്സയെന്ന് കൊറോണർ. നാഷണൽ മെഡിക്കൽ അഡ്വൈസർ കൃത്യമായ വിവരങ്ങൾ നൽകിയില്ലെന്ന് കൊറോണർ സാക് ഗോലംബെക്ക് സ്ഥിരീകരിച്ചു. ഒരു രോഗി എന്ന നിലയിലേക്കാൾ സഹ ഡോക്ടർ എന്ന നിലയിലാണ് ഡോക്ടർമാർ ചികിത്സ നൽകിയതെന്നും വിമർശനമുണ്ട്. പരിചരണത്തിലെ വീഴ്ചകളാണ് ഡോക്ടറെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് കൊറോണർ വ്യക്തമാക്കി. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.